നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞ് അവളെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോരണോന്ന് പറയാനാ ഞങ്ങളിപ്പോ വന്നത്. എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി. പപ്പിമോള് തന്നെയാ ഇങ്ങനെ ഒരു വോയിസ് അയച്ചു തന്നത്. എന്റെ പേര് പപ്പിമോളെന്നാ. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ മെസ്സേജ് ഇടുന്നേ. സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. വരില്ലേ? വരണേ. കണ്ടില്ലേ അനു, പപ്പിമോള് നമുക്ക് മുന്നേ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. കാർത്തിക വാശിക്കാരിയാ. അവൾ ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടി ഞങ്ങളെ രണ്ടുപേരും വഞ്ചിച്ചോണ്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സങ്കടം അവള് കാണുന്നില്ല. പിന്നെയാണോ ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ സങ്കടത്തിന് അവൾ വില കൽപ്പിക്കുന്നത്? ഒരുപാട് സ്നേഹിച്ചാ ഞങ്ങൾ അവളെ വളർത്തിയത്. ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾ ആ സ്നേഹം കൊടുത്തത് മറ്റാർക്കോ ആണ്. അവനെ തേടിയാ അവൾ ഞങ്ങളെ വിട്ടുപോയത്. പക്ഷെ ആ പോക്ക് നിങ്ങളുടെ കുടുംബം തകർക്കാനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ കാർത്തിക അവിടെ നിൽക്കുന്നേ. മാഡത്തിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മായിയമ്മയ്ക്ക് മാഡത്തെ അടിക്കാനുള്ള നല്ലൊരു മടി തന്നെയാ ഇപ്പൊ അവിടെ കാർത്തിക. ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ജീവിച്ചിരിക്കുമ്പോ ഇരിക്കപ്പെട്ട വെച്ചവൾക്ക് ആരെയാ പേടി? മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാവുന്നോ എന്താവുന്നോ അവൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നിലനിൽപ്പ്, അതാണ് ലക്ഷ്യം. ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇല്ലെങ്കിൽ നല്ലൊരു മംഗളകർമ്മം നടക്കുന്നതിനിടയില് ഞങ്ങളെ കഷ്ടത്തിലാക്കിയിട്ട് അവളങ്ങനെ പോവില്ലായിരുന്നല്ലോ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പില് തല ഉയർത്തിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. കാർത്തിക അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്കും വിഷ്ണുവേട്ടനും നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ജീവിത. മാഡം, ഞങ്ങളിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? എന്തിനും ഞങ്ങൾ തയ്യാറാ. എങ്കിൽ നിങ്ങൾ രണ്ടാളും ഞങ്ങളോടൊപ്പം വരണം. കാർത്തിക അവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം സത്യാമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവിടെ ഇപ്പോ മാഡത്തിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കാർത്തികയുടെ കല്യാണം നടത്താൻ പോവാ. അത് തടയണം. കാർത്തിക അവിടെ പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോ തിരിച്ചു കിട്ടുന്നത് എനിക്കെന്റെ ജീവിതം. അല്ലെങ്കിൽ തന്നെ കള്ളങ്ങൾ പറഞ്ഞ് കാർത്തികയ്ക്ക് എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞങ്ങൾ തയ്യാറാണ് മാഡം. എങ്ങോട്ട് വേണമെങ്കിലും വരാം. എല്ലാ സത്യങ്ങളും ആരോട് വേണമെങ്കിലും പറയാം. കാർത്തികയെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. കാരണം ഞങ്ങൾ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. സംഭവിച്ചോർത്ത് സങ്കടമുണ്ട്, തീർത്താ തീരത്തെ വേദനയുണ്ട്. എല്ലാത്തിനും പ്രായച്ചിത്തമായി ഈ വരവൊരു പരിഹാരമാവുമെങ്കിൽ അതങ്ങനെയാവട്ടെ. ശൈലജേ, നമുക്ക് ഇവരോടൊപ്പം പോവാം. ഇനി ആർക്കും കാർത്തിക മൂലം അവിടെ സങ്കടമുണ്ടാവരുത്. അവളുണ്ടാക്കുന്ന സങ്കടങ്ങൾ നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി. നമ്മൾ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.